അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9,000 കണ്ടി വയനാട്ടിലേക്കുള്ളൊരു യാത്ര, അതും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളൊരു കൂടെ എന്നിട്ടുള്ളൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിലാട്ടോ ഞങ്ങളിത് ജോയിൻ ചെയ്ത് യാത്ര ചെയ്താണ്. എല്ലാവരും അപരിചിതരായിട്ടുള്ള ഒരു 10-40 പേരുള്ള ഒരു യാത്ര ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് വോയിസ് ഓവർ കൂടുതൽ കൊടുത്ത് നിങ്ങളെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല. അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഒരു സാറ്റർഡേ ഒരു 11-11:30 ടൈമിന് യാത്ര ചെയ്ത് ബസ്സിലായിരുന്നു യാത്ര. അപ്പോൾ അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വയനാട് ചുരം കയറി തൊളരങ്കണ്ടിയിലേക്ക് കിടന്നു. ബൈക്കിൽ ഇറങ്ങിയുള്ള ഫോട്ടോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ബാക്കിയൊക്കെ ബസ്സിലെ കാഴ്ചകളാണ്. അപ്പോൾ ഏകദേശം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4:30 നമുക്ക് 9,000 കണ്ടി എത്തിട്ടോ. പിന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ജീപ്പിലുള്ള ഒരു ഓഫ് റോഡ് റൈഡാട്ടോ. അതൊരു മസ്റ്റ് എക്സ്പീരിയൻസ്. 8 പേര് ജീപ്പിൽ കയറിയിട്ടുള്ള റൈഡാണ്. ഡ്രൈവേഴ്സിനെ സമ്മതിക്കുന്ന റോളർ കോസ്റ്ററിൽ കൊണ്ടുപോകുന്ന പോലെയാണ് റൈഡ്. അതാരും മറക്കില്ല എന്ന് ഉറപ്പായിട്ട് പറയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോരുമ്പോഴും ഒക്കെ അതേപോലെ തന്നെ ആയിരുന്നു റൈഡ്. ഒരു രക്ഷയില്ലാത്ത റൈഡാട്ടോ, മസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഈ കൂടെ യാത്രയിൽ ഒരു വളരെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിഗരറ്റ്, ആൽക്കഹോൾ പോലുള്ള എല്ലാം വളരെ കർശനം നിരോധിച്ചിട്ടുള്ള ഒരു യാത്ര. അതുകൊണ്ട് തന്നെ ലേഡീസിനായാലും ജെൻസിനായാലും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ വളരെ പെട്ടെന്ന് മിങ്കിളാവാനും പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാത്ര ഏറ്റവും തീരെ യാത്ര ചെയ്യാത്ത ആൾക്കാരും ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഹൈ ടോപ്പിൽ യാത്ര ചെയ്ത്, അത് ഹിമാലയത്തിൻ്റെ മുകളിൽ വരെ പോയിട്ടുള്ള ആൾക്കാർ വരെ ഈ ഒരു യാത്രയിലുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഗെയിംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ഏറ്റവും മോശം സൂപ്പർ ഫാസ്റ്റ് കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ കാത്തിരിപ്പൂവിങ്ങലല്ലേ കാല
കാലമിന്നോ മൗനമല്ലേ മൗനം ചെയ്യില്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പലനാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം എനിക്കൊന്ന് സാറ്റർഡേ നൈറ്റ് ഫുള്ളായിട്ട് ഉറങ്ങാത്തവർ ഒരുപാട് പേരുണ്ട്. ഒരു 10-15 പേരുണ്ട്. ടോട്ടൽ 40 പേരിൽ 10-12 പേരെങ്കിലും ഉറങ്ങാത്ത ഒരുപാട് പേര് സാറ്റർഡേ നൈറ്റുണ്ട്. എന്നാലും ഏർലി മോർണിംഗ് എനിക്ക് തോന്നുന്നു 7:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും 7:30 ഇടയിൽ തന്നെ കാട്ടിലോട്ടുള്ള ട്രക്കിംഗ് ആണ്. അതും ഒരു അരുവിയിൽ പോയിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ, വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് അതിലൊക്കെ ഫുൾ ഓണൻ. ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും ഫുൾ ഓണായിട്ട് തന്നെയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ റേഞ്ച് വളരെ കുറവായതുകൊണ്ട് തന്നെ മൊബൈലിൽ ആരും അധികം ഇരുന്ന് കളിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരും മിങ്കിളാവാൻ, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവാനൊക്കെ, ഒരുപാട് സംസാരിക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ട്രിപ്പ് എന്ന് തന്നെ പറയാം. അതേപോലെ നൈറ്റിൽ ഒരുപാട് പേരുടെ സെഷൻസ് ഉണ്ടായിരുന്നു, പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതിൽ ഒരുപാട് പേരെ അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താത്തത് അത് ലാഗാവുണ്ടായി വിചാരിച്ചിട്ടാണ്. ഈ ഒരു യാത്രയിലുള്ളവർക്കൊക്കെ അത് അവരുടെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഓരോരുത്തരുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ സൺഡേ ഒരു 11 o'clock ആകുമ്പോൾ യാത്ര അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ കണ്ടാൽ, സെഷൻ കണ്ടാൽ മനസ്സിലാവും ഇന്നലെ ഒരു ദിവസം കണ്ട ബന്ധമാണ് ഇത് കാണുന്നത്. അത്ര ഫ്രണ്ട്സായി പോയിട്ട് എല്ലാവരും. അതേപോലെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ ഉണ്ടാകും, ഇതേപോലെ പോകാൻ നോക്കുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.